അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില കുടുംബ പ്രശ്നങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തായിരിക്കും അത്? ഭർത്താവിൻ്റെ കുടുംബങ്ങളെ എനിക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്ന ഭാര്യയുടെ അമിതമായ വാശി. ഭർത്താവിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാം, പക്ഷേ ഭർത്താവിൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരി, അവരെ പരിഗണിക്കാൻ എനിക്ക് കഴിയില്ല, അവർക്ക് ഗുണം ചെയ്യാൻ എനിക്ക് കഴിയില്ല, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന ചില സഹോദരിമാരുടെ പിടിവാശി. ആ പിടിവാശി അവരെ കൊണ്ടെത്തിക്കുന്നത് ബന്ധവിച്ഛേദനത്തിലേക്ക് വരെ ആണ് എന്നത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മളവിടെ പറയും, അവൻ ഒരിക്കലും ഉമ്മയെ വിട്ടു വരില്ല, ഉപ്പയെ വിട്ടു വരില്ല. ഇവളാണെങ്കിലോ ഭർത്താവിൻ്റെ ഉമ്മയെയും ഉപ്പയെയും നിശിതമായി വിമർശിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യും. ചില പ്രശ്നങ്ങളിലൊക്കെ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനൊരു സ്വഭാവം സഹോദരിമാർ സ്വീകരിക്കാൻ പറ്റുമോ? ഭാര്യയ്ക്ക് അങ്ങനൊരു സ്വഭാവം സ്വീകരിക്കുന്നതിന് ഇസ്ലാമിക പിന്തുണയുണ്ടോ? നോക്കൂ നിങ്ങൾ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ പരിഗണിക്കണം, ഭാര്യ കുടുംബത്തെയും പരിഗണിക്കണം. ഭാര്യയുടെ ഉമ്മയെ പരിഗണിക്കണം, ഭാര്യയുടെ ഉപ്പയെ പരിഗണിക്കണം. ഭാര്യയെ മാത്രമേ പരിഗണിക്കൂ, ബാക്കിയുള്ളവരോട് മിണ്ടുക പോലും ചെയ്യുകയില്ല. അതൊരിക്കലും ഭർത്താവ് സ്വീകരിക്കാൻ പാടില്ല. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും ഒരർത്ഥത്തിൽ തൻ്റെ പിതാവും മാതാവുമാണ്. ഭാര്യയുടെ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങൾ അവർക്ക് ഗുണം ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ, മഹദിയുടെ സഹോദരിയാണ് ഹാല എന്ന് പറയുന്ന സഹോദരി. അവരെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല മനോഹരമായ സമീപനങ്ങൾ നടത്തിയിരുന്നു എന്ന് ഹദീസിൽ കാണാം. എന്തേ കാരണം? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. അതേ രൂപത്തിൽ ഭാര്യമാർ ശ്രദ്ധിക്കണം, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ സഹോദരി, ഭർത്താവിൻ്റെ കുടുംബങ്ങൾ, അവരോട് നല്ല നിലയിൽ സമീപിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരോട് കലഹിക്കുന്നത്, അവരോട് പിണങ്ങി നിൽക്കുന്നത്, അവർക്ക് ഗുണം ചെയ്യില്ലെന്ന വാശി പറയുന്നത് അതൊരിക്കലും ഇസ്ലാം പിന്തുണക്കുന്നില്ല. ധാരാളം ഹദീസുകളുണ്ട്. ഒരു വാചകം മാത്രം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, നമുക്ക് കൈമാറി തന്ന ഇസ്ലാമിക അധ്യാപനം അത് മാത്രം സൂചിപ്പിച്ച് ചിന്തിക്കുന്നവർക്കത് ധാരാളമാണല്ലോ എന്ന് വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽ ഫാഹിഷത്തുൽ മുബയ്യിന അൻ തബ്ദുവ അലാ അഹ്ലിഹി. ഭർത്താവിൻ്റെ കുടുംബക്കാർക്കെതിരിൽ നാക്കിട്ടടിക്കുന്നത്, ആക്ഷേപങ്ങൾ പറയുന്നത്, ആവശ്യമില്ലാത്ത ആക്ഷേപങ്ങൾ പറയുന്നത്, അവരെ അന്ധമായി ചീത്ത പറയുന്നത്. ഇതിനർത്ഥം അങ്ങുമിങ്ങും പ്രശ്നങ്ങളൊന്നും എവിടെയും ഇല്ലെന്നല്ല, ഉണ്ടാകാം. അത് പരിഹരിക്കാനും തീർക്കാനും ശ്രമിക്കുന്നതിന് പകരം, ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം, അതിനുവേണ്ടി മാപ്പ് കൊടുക്കുന്നതിൻ്റെയും വിട്ടുവീഴ്ചയുടെയും വഴികൾ സ്വീകരിക്കുന്നതിന് പകരം കുറവുകൾ എടുത്തു കാണിക്കുകയും ലഭ്യമായ കുറവുകൾ വെച്ച് തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പഠിപ്പിക്കുന്നു, അത് വ്യക്തമായ തമ്മാടിത്തമാണ്. അതുകൊണ്ട് തന്നെ അങ്ങുമിങ്ങും സ്നേഹിക്കുകയും ഇണങ്ങുകയും പരസ്പരം ഗുണം ചെയ്യുകയും വേണം. അതുപോലെ രണ്ടുപേരുടെ കുടുംബങ്ങളോടും പരസ്പരം സ്നേഹവും ഇണക്കവും ഗുണങ്ങളും ഉണ്ടാകണം എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ആ അധ്യാപനത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് അല്ലാഹു വിശാലത നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.